ഇന്നും നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോ ഒരു യാത്രയുടെ വീഡിയോ ആണ് കേട്ടോ. ചെറുതാക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ വലിയ വീഡിയോ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമ്മൾ കാസർഗോഡ് മംഗലാപുരം വരെ പോയ ഒരു വീഡിയോ ആണ്. അതായത് മകൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കാസർഗോഡ് മംഗലാപുരം സുല്ലി എന്ന സ്ഥലത്തേക്ക് പോയ ഒരു വീഡിയോ ആണ്. നമ്മൾ പുലർച്ചയ്ക്കാണ് പോകുന്നത്. 2:30-ക്കായിരുന്നു ട്രെയിൻ. അപ്പോൾ നമ്മൾ തലേദിവസം ഉറങ്ങാണ്ട് തന്നെ ഇരുന്നു. വരമ്പം നേരം വൈകിയാലോ ഒന്ന് പേടിച്ചിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഉറക്ക ക്ഷീണം എല്ലാവരും മുഖത്തും കാണാനുണ്ട്. സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം തന്നെ നമുക്ക് ട്രെയിനിൽ കയറി ഉറങ്ങാം എന്നുള്ളത് തന്നെയായിരുന്നു ഒരു ആശ്വാസം. അപ്പോൾ അങ്ങനെ നമ്മൾ കയറി വശത്ത് തന്നെ ഇരുട്ടായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ എണീറ്റുണ്ടായിരുന്നു. അതിന് മുന്നേ എൻ്റെ മോള് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല ഉറക്കമാണ്. എല്ലാവർക്കും ഒരു വശത്ത് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ എല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു. അപ്പോൾ റോസ് മോള് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ കാസർഗോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. ചെന്ന വശത്ത് തന്നെ നമ്മളൊരു ഓട്ടോ പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പോളാൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്ക് അതായത് പോയത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ വലിയ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ എല്ലാവരും കൊണ്ടു. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് പോവാണ്. കണ്ടില്ലേ, മുഖമൊക്കെ നോക്കി ഉറക്ക ക്ഷീണം വളരെയധികമായിരുന്നു എല്ലാവർക്കും. ആരും തന്നെ തലേദിവസം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചെന്ന വശത്ത് തന്നെ അവരുടെ ചേട്ടൻ്റെ റൂമിൽ പോയി കിടന്നു കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഇറങ്ങി. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഈ കാസർഗോഡ് ഫുഡ് കുറച്ച് വെറൈറ്റി ഫുഡാണ് കേട്ടോ. നമ്മുടെ അടുത്ത് ഫുഡ് പോലെയല്ല. പൂരിയും സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ കറികളൊക്കെ വ്യത്യാസമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മധുരമുള്ളൊരു ഐറ്റം കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു പൂരി പോലെ നല്ല മധുരത്തിൽ. നമുക്കിത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിക്കാനായിട്ടാണ് അവർ കൊണ്ടുവന്നത്. നല്ല സൂപ്പർ സാധനമായിരുന്നു. വെറൈറ്റി ഫുഡായിരുന്നു അത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കണത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങണുണ്ടായിരുന്നത് കേട്ടോ. വസന്ത് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ പോയത് കേട്ടോ. നല്ലൊരു സാധാരണ ഒരു മീഡിയം ഹോട്ടലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബേക്കൽ കോട്ട കാണാനാണ്. അപ്പോൾ നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞാൽ ഷാജിയേട്ടന് ഉച്ച കഴിഞ്ഞ ലീവായിരുന്നത്. അപ്പോൾ നമ്മൾ ഉച്ച വരെ നമ്മൾ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബേക്കൽ കോട്ട കാണാനാണ് പിന്നെ പോയത്. അപ്പോൾ നമുക്ക് കാറൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഷാജിയേട്ടൻ്റെ കാറിലാണ് നമ്മൾ ബേക്കൽ കോട്ട കാണാൻ പോയത്. അപ്പോൾ ആ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ കോളേജിലേക്ക് പോകുന്നത്. അപ്പോൾ ബേക്കൽ കോട്ട എന്ന് കേട്ടിട്ടുണ്ട്, കാസർഗോഡാണെന്ന് അറിയാം, പക്ഷെ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമ്മളത് കാണാമെന്ന് വിചാരിച്ചു. പോണ കാഴ്ചകളാണിത്. ടിക്കറ്റ് എടുക്കാൻ അല്ലെങ്കിൽ പോളാടിനും മേവിനൊക്കെ പോയിട്ട് വന്നു. നമ്മളതിൻ്റെ കവാടത്തിൽ നിന്നിട്ട് ചെറിയൊരു വീഡിയോ പിടിച്ചതാണ് കേട്ടത്. നല്ല വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പോരണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. കാരണം വെയിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഉറക്കക്ഷീണമൊക്കെ ഉള്ള കാരണം നമുക്ക് കണ്ണ് തുറന്ന് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ നമ്മളെടുത്തു. അതിനുള്ളിൽ കയറിയിട്ടുള്ള കാഴ്ചകളാണ് ഇത് മുഴുവനും. കോട്ടകളൊക്കെ ഒരുപോലെ തന്നെ, എന്നാലും കാണാത്ത ഒരു കോട്ട എന്ന നിലയിൽ അതൊക്കെ ഒരു വെറൈറ്റി ആയിരുന്നു. പിന്നെ എവിടെ ചെന്നാലും നമുക്ക് ഫുഡ് ഒരു അലർജിയാണല്ലോ. അപ്പോൾ വെറൈറ്റി ഫുഡ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഒന്നുമല്ല, നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ തന്നെ. എന്നാലും ആ മാങ്ങയ്ക്ക് ചെറിയ മധുരമൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പും മധുരവും ഒക്കെ ആയപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ കൈതച്ചക്ക ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചത് പൈനാപ്പിളാണ് കേട്ടോ. പൈനാപ്പിൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്താണെന്ന് അറിയില്ല, വലിയൊരു താല്പര്യം തോന്നിയില്ല കഴിക്കുമ്പോൾ. കാരണം ഉറക്കക്ഷീണം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ണ് ശരിക്കും ഇങ്ങോട്ട് തുറന്ന് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത പോലെയായിരുന്നു. ഭയങ്കരമായിട്ട് ഒരു ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണവും പിന്നെ നല്ല വെയിലൊക്കെ ആയപ്പോഴേ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് പോരാം എന്നുള്ളൊരു സെറ്റപ്പ് തന്നെയായിരുന്നു. അത് കാരണം അധികമൊന്നും കണ്ടില്ല. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിലാണ് കയറി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പോരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഉച്ച തിരിഞ്ഞൊക്കെ വരേണ്ട സ്ഥലമാണ്. ഇച്ചിരി വെയിൽ, അത്രമാത്രം വെയിലും. നമ്മുടെ ഇവിടെ തൃശ്ശൂരൊക്കെ നല്ല മഴയാണ് ആ സമയത്ത് നിന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷെ അവിടെ നല്ല വെയിലായിരുന്നു. അവിടെ രാത്രിയിലാണ് മഴ പെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ പുറത്ത് പോകാനുണ്ടായിരുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഈ കാസർഗോഡ് നിന്ന് ഒരു 60 കിലോമീറ്ററോളം ഉണ്ട് ഇനി മോൻ്റെ കോളേജിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.